ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഈസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. വലിയ തോതിൽ വോളറ്റിലായിട്ടുള്ള മാർക്കറ്റ് അവസാനം നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. മിഡ് ക്യാപ്പും സ്റ്റോക്കുകളും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളും രണ്ട് ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏറെ നാളത്തെ പരാതി ആളുകളുടെ മാറിയിട്ടുണ്ട്. ഇന്ന് സ്ലൈറ്റ്ലി നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും സെക്ടറുകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ടെക്കം, M&M, ബ്രിട്ടാനിയ, അദാനി എൻ്റർപ്രൈസസ്, ഇൻഫോസിസ് 1.5 മുതൽ 3% വരെയും, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ONGC, ഏഷ്യൻ പെയിൻറ്റ്, ബജാജ് ഓച്ചോ, ടൈറ്റാൻ കമ്പനി തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2% വരെയുള്ള ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ 2% കുറവുണ്ടായി. ടെക്കം പോലെയുള്ള IT കമ്പനീസ് നേട്ടം കൈവരിച്ചു. ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. ഈ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് RBIയുടെ പുതിയ റെസ്ട്രിക്ഷൻ വന്നത് കാരണം മണപ്പുറവും മുത്തൂറ്റും 2% ഇടിവ്. ഏഞ്ചൽ വെണ്ണെല്ലാം തന്നെ ഇവരുടെ ട്രാൻസാക്ഷൻ ചാർജസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി അപ്പാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്ന് ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനീസ് സ്പൈസ് ജെറ്റ് അല്ലെങ്കിൽ ഇൻഡിഗോ കമ്പനീസ് ഏവിയേഷൻ ഫ്യൂവലിൻ്റെ പ്രൈസ് കുറച്ചത് ഈ കമ്പനികൾക്ക് ഗുണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണുമ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK മാർക്കറ്റ് പോസിറ്റീവാണ്. ഫ്രാൻസ് ഫ്ലാറ്റാണ്. ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 6% ഇടിഞ്ഞ് 11.96. ഡോ ഫ്യൂച്ചർ 101 പോയിൻറ്റിൻ്റെ ഇടിവിലാണ്. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡാണ്. ചൈന മാർക്കറ്റ് ഇന്ന് അവധിയാണ്. തുടർച്ചയായ 4 ദിവസം അവധിയാണ്. നാളെ നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. AX200 ഓസ്ട്രേലിയയാണ് നെഗറ്റീവിൽ അടച്ചു. ഗോൾഡ് $16 സ്പൈക്ക് ചെയ്ത് $2,651 പെർ ഔൺസ്. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിലും ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 63,900 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ 0.6967 ആണ് PCR. 25,800 സ്പോട്ടുള്ളത്. 26,000 അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 25,000 ഏറ്റവും കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഡോ ഫ്യൂച്ചർ 100 പോയിൻ്റ് ഇടിവിലാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഇന്ത്യൻ മാർക്കറ്റിലെ ആ ഒരു PCR വരാനുള്ള ഒരു പ്രധാന കാരണം. ഇന്നലെ ഒരു സന്തോഷം പങ്കുവെക്കാനുള്ളത്, കേരള ബിസിനസ് എക്സലൻസ് അവാർഡ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കട്ടെ. കൂടാതെ തന്നെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓൺലൈനായിട്ട് ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കുറഞ്ഞ ഫീസിൽ മാർക്കറ്റ് സമയത്ത് തന്നെ സംശയ നിവാരണം നടത്താൻ സാധിക്കും. 6 മാസം കൊണ്ട് ഇങ്ങനെ സംശയം ചോദിക്കാനുള്ള അവസരം. ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം M&M ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. M&M ഇവർ 24% SUVs എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ട്രാക്ടർ സെയിൽസിൻ്റെ ഗ്രോത്ത് 5% നിലനിർത്തി. GE പവർ കമ്പനി 240 കോടി രൂപയുടെ ഓർഡർ. L&T കമ്പനിക്ക് അവർക്കും 1,230 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് 52 ഏക്കർ ഇവർ ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണല്ലോ. 3,000 കോടി രൂപയാണ് ഇവർ റവന്യൂ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. SSWL കമ്പനി ഇവരുടെ ടേൺ ഓവർ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 10% ഇടിവ് രേഖപ്പെടുത്തി. സൈഡസ് ലൈഫ്സ് കമ്പനി ഇവരുടെ പുതിയ ഡ്രഗിൻ്റെ മെഡിസിൻ്റെ US കൺട്രോളിൻ്റെ അംഗീകാരം ലഭിച്ചു. രാധി സ്റ്റീൽ കമ്പനി ഇവർ 50 കോടി രൂപ മുടക്കി പുതിയ പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. APL അപ്പോളോ കമ്പനി ഹയസ്റ്റ് എവർ സെയിൽസാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. TVS മോട്ടോഴ്സ് കമ്പനി ഇവരും 42% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തു. സ്റ്റാർ സിമെൻറ്റ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. രാജസ്ഥാനിലുള്ള ഒരു ലൈം സ്റ്റോൺ ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് 8% റാലി രേഖപ്പെടുത്തി. ഗ്രേവ്സ് കോട്ടൺ കമ്പനി ഇവരുടെ ശ്രീറാം ഫിനാൻസായിട്ട് ടൈപ്പായി ഇവരുടെ കസ്റ്റമേഴ്സിന് ഫിനാൻസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ഓറോബിൻഡോ ഫാർമ കമ്പനി പുതിയ മെഡിസിന് ഇവരുടെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. നാൽക്കോ കമ്പനി ഇവർ കൊട്ടാക് സെക്യൂരിറ്റീസ് അപ്ഗ്രേഡ് ചെയ്തു. കരൂർ വൈശ്യ ബാങ്ക്
ഇവരുടെ അഡ്വാൻസ് 14%, ഡെപ്പോസിറ്റ് 15% ഉയർച്ച കൈവരിച്ചു. റൈറ്റ്സ് കമ്പനി 36 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. PC ജ്വല്ലേഴ്സ് കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 1:10 റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നാളെ നമുക്ക് മാർക്കറ്റ് ഇല്ല, നാളെ അതുകൊണ്ട് പ്രീ മാർക്കറ്റ് ഇല്ല. നാളെ വൈകിട്ട് 7 മണിക്ക് മറ്റുള്ള ഏതൊരു ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.